ഹലോ, ഗുഡ് മോർണിംഗ്. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ മഴ തോരും മുമ്പിൻ്റെ കഥയൊന്ന് കേൾക്കാം കേട്ടോ. ഇന്നിപ്പോൾ 12/5/26 കഥയാണ്. അങ്ങനെ നമ്മളെ രോഹിത് എല്ലാവരോടും സോറി പറയുന്നുണ്ട്. അച്ഛനോട് പറഞ്ഞു, കാലിലൊക്കെ വീണ് മാപ്പ് അപേക്ഷിച്ചു. അതുപോലെ പെങ്ങന്മാരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇയാൾ ബാലേന്ദ്രൻ ആകെ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ മറ്റേ എന്താ പറയുക, ബബിതോടും പറയുന്നത്, നമുക്ക് ഞാൻ കാരണം കോളേജിൽ പോകാൻ പറ്റാണ്ടായല്ലേ, സോറി, അങ്ങനെ പറ്റിപ്പോയി, ക്ഷമിക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് സാരല്ല ഏട്ടാ, അത് സാരല്ല എന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവണേ. നല്ല ഇമോഷണലായ രംഗങ്ങളാണ് കേട്ടോ. സത്യത്തിൽ ഞാനും കരഞ്ഞു പോയി കണ്ടപ്പോൾ. ശരിക്കും നല്ല ടച്ചിങ് ആയിരുന്നു, മനസ്സിൽ നമ്മൾ തൊട്ട ഒരു സീരിയൽ, ഒരു ഭാഗങ്ങളായിരുന്നു ഇന്നത്തെ. അങ്ങനെ അത് കഴിഞ്ഞ് കൃഷ്ണമോളും അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോൾ പോയി കഴിയുമ്പോൾ കൃഷ്ണമോൾ പറയും രോഹിത്തിനോട് പോയിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറയുകയാണ്. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോഴേക്കും വരാം, അച്ഛനും വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. അങ്ങനെ കൃഷ്ണമോളുടെ കൂടെ രോഹിത്തും പോകും. അപ്പോൾ കൃഷ്ണമോൾ തമാശയ്ക്ക്, വാ അമ്മമ്മയുടെ പൊന്നുമോൻ വാ, മിഠായി വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ വിളിച്ചും കൊണ്ട് പോകുന്നത് കൃഷ്ണമോൾ കേട്ടോ. അതൊരു പ്രത്യേക ക്യാരക്ടറാണേ. അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെല്ലാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഒരുപാട് ഇമോഷണലായല്ലേ എന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും മോള് എവിടെ നിന്നാണ് ഇവിടെ ഓരോരുത്തരെയും എടുത്തുകൊണ്ട് വരുന്നതെന്ന് ഞാൻ ഓർക്കുമായിരുന്നു പറയും. അച്ഛൻ അത് എൻ്റെ അനിയനും അനിയത്തിമാരും അല്ലേ, എൻ്റെ മക്കളല്ലേ, എൻ്റെ അച്ഛനല്ലേ, അപ്പം ഞാനത് ചെയ്യണ്ടേ, അതെൻ്റെ കടമയാണ് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ആ ഒരു രംഗം നമുക്ക് കുറേ പ്രാവശ്യം നമ്മളിത് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് കഥ പറയുമ്പോഴേ നമുക്ക് ആ ഒരു ഭാഗം ഇങ്ങനെ പറയുമ്പോൾ ഒരു വിങ്ങലാണ് മനസ്സിൽ കേട്ടോ, സത്യം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ചെല്ലുന്നത് നമ്മളുടെ റോഹി ചെല്ലുന്നത് വൈജയുടെ അടുത്തേക്ക്. അപ്പോൾ വൈജ ഊണൊക്കെ കഴിച്ച് സ്വന്തമായിട്ട് റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കുക, അതൊക്കെയാണ് പരിപാടി. പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിപ്പിക്കുക, അവിടെ ഇരുന്ന് കഴിക്കുക, ഇതൊക്കെയാണ് മൂപ്പത്തിയാരുടെ കലാപരിപാടി. ഒരു റേഞ്ച് ഈ സ്റ്റാർട്ടിങ് തൊട്ട് ഈ കഥ തുടങ്ങിയ അപ്പം തൊട്ട് ഇതുവരെ അവരുടെ ലൈഫിൽ ഒരു മാറ്റം വന്നിട്ടില്ല. അവർ ഈ ദേഷ്യവും കുശുമ്പും വാശിയും ഒക്കെ ആയിട്ട് തന്നെയാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് രോഹിത്ത് വരികയാണ്. രോഹിത്ത് ഒന്ന് വാതിൽ മുട്ടുന്നുണ്ട്. വാതിൽ മുട്ടുമ്പോൾ വാ എന്ന് പറയാം. അപ്പോൾ രോഹിത്താണ്, നീയോ, നിൻ്റെ അസുഖമൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും എന്നറിയും, ഇതെന്താ നിൻ്റെ കോലം ഇങ്ങനെ, നിൻ്റെ മുടിയൊക്കെ മുറിച്ചല്ല, ഇതെന്താ ഇതൊക്കെ ഇങ്ങനെ, സാലൂണിൽ പോയോ? അപ്പോൾ അല്ല എന്ന് പറയും. പിന്നെ എങ്ങനെ എന്ന് ചോദിക്കും. അത് അലീന ചേച്ചി മുറിച്ചതാ എന്ന് പറയും. അലീന ചേച്ചി കട്ട് ചെയ്ത ആര്? അലീന അങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ അലീന ചേച്ചി എന്ന് അറിയാൻ. അപ്പോൾ പറയൂ, ഓഹോ, കൃഷ്ണമോൾ പണ്ടേ അവളുടെ കൂട്ടാ, പിന്നെ ഭവിതയ്ക്കൊരു ചായവുണ്ട്, ഇപ്പോൾ നീയും അവളുടെ അടിമയായോ? നീ എന്താണ്, അവളെപ്പോഴാണ് ഇതൊക്കെ പഠിച്ചേ, ഈ ചരക്കാനൊക്കെ എപ്പോഴാണ് അവൾ പഠിച്ചേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു തരം സംസാരമാണ് രോഹിത്തിനോട് സംസാരിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഇതുവരെ ഈ വാശിയും ഇതും കളയാറായില്ലേക്കുമ്പോൾ, ഇല്ലടാ കളയാറായിട്ടില്ല, ഇവിടെ നടന്ന ഓരോ സംഭവത്തിനും ഉത്തരവാദി അവളാണ്, അതറിയോ നിനക്ക്. ഇവിടെ ബാലേന്ദ്രന് അറ്റാക്ക് വന്നു, ഹോസ്പിറ്റലിലായി, അത് കഴിഞ്ഞ് എനിക്ക് ആക്സിഡൻറ്റ് വന്നു, അമ്മ വീണു, അമ്മയുടെ കാലൊടിഞ്ഞു, രണ്ടാമതും അമ്മ വീണു, അമ്മയുടെ ഇടുപ്പല്ലിന് ഒരു പ്രശ്നമായി, ഇപ്പം നീ റേപ്പ് കേസിൽപ്പെട്ടു, അതൊക്കെ അവള് കാരനാണ്. അതായത് അലീനയാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം അവള് കാരനാണ്. എന്നിട്ടും നിങ്ങൾക്കാർക്കും മനസ്സിലായില്ല അല്ലേ? അപ്പോൾ അമ്മയ്ക്ക് എന്തിനാ അമ്മ ഇങ്ങനെ വാശി, അമ്മ അതൊക്കെ ഒന്ന് കളയെന്നറിയും. അമ്മയ്ക്ക് പിന്നെ അലീന ചേച്ചി അമ്മോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അറിയും. അവൾ ചാത്ത് മണ്ണടിഞ്ഞാലും എനിക്ക് അവളോടുള്ള വാശിയും ദേഷ്യവും തീരില്ല. ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത്. നാളെ അവൾക്ക് എന്തെങ്കിലും ആയെന്ന് പറയുമ്പോൾ മാത്രമേ എനിക്ക് സന്തോഷിക്കാവൂ എന്നറിയും. പറയും, അമ്മ എല്ലാവരോടും മാപ്പ് പറഞ്ഞില്ലേ, ഞാൻ കാരണം എല്ലാവരോടും മാപ്പ് പറഞ്ഞു, നീ അച്ഛനോട് മാപ്പ് പറഞ്ഞോ എന്ന് വയ്ക്കും. അപ്പോൾ പറയും, പറഞ്ഞു, ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് നീ ചെയ്തേ എന്ന് വയ്ക്കും. അപ്പോൾ അവൾ പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അതെ, നാളുണ്ടടാ നിനക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുറേ പറയുന്നുണ്ട് കേട്ടോ, ഇതൊന്നല്ലേ, അത് ശരിക്കും നിങ്ങൾ സീരിയൽ കാണൂ, അപ്പോഴേ അറിയുള്ളൂ. കുറേ പറയുന്നുണ്ട്. അപ്പോൾ പറയും, അവൾ മുട്ടയിൽ ഇഴഞ്ഞ് വന്നിട്ട് എന്നോട് മാപ്പ് പറഞ്ഞാൽ പോലും ഞാൻ അവളോട് ക്ഷമിക്കില്ല എന്ന് പറയാണ്. പിന്നെ ഇതൊന്നുമല്ല ഇനി സംഭവിക്കാൻ പോകുന്നത്. പിന്നെ നീ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തു, അതൊന്നും സാരമില്ല, അതൊക്കെ ഈ പ്രായത്തിൽ ആൺപിള്ളേർക്ക് അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് ഒരു അമ്മ പറഞ്ഞു കൊടുക്കുന്നതാണ് മകനെ, കേൾക്കണം. അപ്പോൾ അതൊന്നും ഇപ്പോൾ സാരമില്ല, നീ ഇപ്പോൾ അതിനിപ്പോൾ മാപ്പൊന്നും പറയണ്ട, അതൊക്കെ വിട്ടുപോയ കാര്യങ്ങളല്ലേ എന്നൊക്കെ പറയും. ഇപ്പോൾ ഇവൻ പറയേണ്ട, അമ്മയെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അമ്മ വല്ലാണ്ട് നാണക്കേടായി അമ്മ എന്നോട് പറഞ്ഞില്ല, അതുകൊണ്ടാണ് അമ്മോട് ഞാൻ മാപ്പ് പറയാൻ വേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട് മകൻ. അപ്പോൾ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം പുറത്തേക്ക് പോകുമ്പോഴേ, ഇപ്പോൾ നീ ഇതാക്കാനൊന്നും നിൽക്കണ്ട, നീ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മതി, നീ എല്ലാവരോടും മാപ്പ് പറയാനും അതിനും ഇതിനൊന്നും നിൽക്കണ്ട, നീ അവളെ വിശ്വസിക്കണ്ട, അവൾ ശരിയല്ല എന്നൊക്കെ പിന്നെയും ഈ മകനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല, എല്ലാം കേട്ട് തിരിഞ്ഞ് നടന്ന് പോരുന്നുണ്ട്.
അത് കഴിഞ്ഞ് നമ്മൾ അലീന കിച്ചണിലാണ്. അപ്പോൾ അലീന എന്തോ ചെയ്യുമ്പോൾ അനി വയ്യ. അപ്പോൾ പാലെന്തോ വെച്ചിട്ട് ഇങ്ങനെ എന്തോ എടുക്കാൻ തിരിയുമ്പോഴേക്കും പാല് തിളച്ച് പോകും. അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി പാല് എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ തിരിയുമ്പോഴേക്കും വെച്ച് പോവുകയാണ് വീഴാൻ. അപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, നല്ല തലവേദന എന്ന് പറയും. അപ്പോൾ അവളിങ്ങനെ തല ഇടയ്ക്ക് ഇങ്ങനെ നെറ്റി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ തലവേദന ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ തലവേദനയ്ക്ക് ഇങ്ങനെ തൊടുന്നുണ്ട് നെറ്റിയിൽ. അപ്പോൾ പറയുമ്പോൾ അയ്യോ പനിക്കോളുണ്ടല്ലോ പറയും. മോളെ അവിടെ ബാമുണ്ടെങ്കിൽ ഒന്ന് എടുത്തുകൊണ്ട് പോയി, എനിക്ക് നല്ല തലവേദന ഉണ്ട് പറയും. അപ്പോൾ ചേച്ചി എന്നാൽ ഗുളികയും കൂടെ തരട്ടെ എന്ന് നോക്കിയപ്പോൾ വേണ്ട മോളെ ബാമ് മതി, അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് പറയും. അപ്പോൾ അത് കേട്ടിട്ടാണ് ഭവിത അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഭവിത ആർക്കും അവിടെ പനിക്കോള് എന്ന് പറയുമ്പോൾ അലീന ചേച്ചിക്ക് നല്ല തലവേദനയുണ്ട്, പനിക്കോളും വരുന്നുണ്ട് എന്ന് പറയും. ഞാൻ ബാം എടുക്കാൻ പോവാം. ബാം എൻ്റെ റൂമിൽ ആ ഷെൽഫിലിരിക്കുന്നത്, അതെടുത്താൽ മതി. ഈ പനിക്കോളും വെച്ചിട്ടാണ് അടുക്കളയിൽ നിൽക്കുന്നത്, പോയി കിടക്ക് റെസ്റ്റ് എടുക്കുക എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ മടിച്ചിക്ക് പറഞ്ഞേ കേട്ടില്ല. ഞങ്ങൾക്കൊക്കെ അറിയാം അടുക്കളയിൽ കയറാനും ജോലി ചെയ്യാനൊക്കെ ഒറ്റയ്ക്ക് നിന്നിട്ട്. അപ്പം അവളുടെ ഒരു ഇതങ്ങനെയാണ് കാരണം അലീനയുടെ മുന്നിൽ ഇത്രയും നാൾ ജിൽ നിന്നിട്ടേ പിന്നെ പെട്ടെന്ന് അലീനയുടെ മുന്നിൽ തോറ്റു കൊടുക്കുക എന്നുള്ള അവളുടെ ഈഗോ സമ്മതിക്കുന്നില്ല ഭവിതയ്ക്ക്. വേറെ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമാണ്, അലീനയോട് ഇഷ്ടമുണ്ട്. പക്ഷെ ആ ഒരു ഞാൻ എന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ, അത് അവളിപ്പോഴും കളഞ്ഞിട്ടില്ല. അപ്പോൾ പറയും ഇവിടെ പോയി കടന്ന് റെസ്റ്റ് എടുക്കുക, ഞങ്ങൾ നോക്കിക്കോളാം, അടുക്കളയിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, ഇനി ഞാൻ അച്ഛനോട് പറയണോ, അച്ഛനെ കൊണ്ട് പറയിപ്പിക്കണോ, എന്നിട്ട് നാളെ എന്തെങ്കിലും ഞങ്ങളെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും പിന്നെ എന്താണ് ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലീന പോവാണ്. അലീന പോണ സമയത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ചെല്ല് എന്ന് പറയും. അങ്ങനെ റൂമിലേക്ക് പോവാം. അപ്പോൾ പിന്നെ മൂപ്പത്തിയാരുടെ അടുക്കളയിൽ ഇങ്ങനെ നിന്ന് തിരിയുക, കാരണം ഒന്നും അറിയില്ല. അടുക്കളയിൽ ഈ ഭക്ഷണം കഴിക്കുക പ്ലേറ്റ് അവിടെ കൊണ്ടുവയ്ക്കുക എന്നല്ലാണ്ട് അടുക്കളയും ഭവിതയും തമ്മിൽ യാതൊരു ബന്ധമില്ല. അങ്ങനെ ഇത് പോവുകയാണ്. അലീന പോയി കഴിഞ്ഞപ്പോൾ ഭവിത നേരെ ബാലേന്ദ്രൻ്റെ അടുത്ത് വരും. അപ്പോൾ ബാലേന്ദ്രൻ മറ്റേ ഗോവർദ്ധനായിട്ട് എന്തോ ബിസിനസ്സിൻ്റെ ഡിസ്കഷന് ഷെണായിക്ക് എന്തോ കൊടുക്കുന്നതിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അയാളോട് ഇരിക്കുമ്പോൾ അച്ഛൻ ബിസിയാണോ ചോദിക്കുമ്പോൾ എന്താ നോക്കും. അച്ഛൻ്റെ പുന്നാര മോളില്ലേ, അപ്പോൾ പറയും എൻ്റെ പുന്നാര മോളോ, ആര് കൃഷ്ണമോളോ? അപ്പോൾ കൃഷ്ണമോളാ, പിന്നെ നീയോ? ഞാനല്ല, അച്ഛാന്ന് വിളിക്കുമ്പോഴേക്കും വായിൽ നിന്ന് തേനൊഴുകുന്ന ഒരു മോളുണ്ടല്ലോ പറയും. ഓ അലീനയോ, അവളെൻ്റെ പുന്നാര മോളൊന്നുമല്ല എന്നിങ്ങനെ പറയും കേട്ടോ, അവളെ കളിയാക്കുന്ന രീതിയിൽ. അപ്പം എന്താ അച്ഛാ, അലീന ചേച്ചിക്ക് തീരെ വയ്യ, പനിക്കുന്നുണ്ട് എന്ന് പറയും. അച്ഛൻ അന്ന് രോഹിത്തേട്ടനെ കാണിക്കാൻ വിളിച്ച ഡോക്ടറെ ഒന്ന് വിളിക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, അത് വെറുതെ ചുമ്മാ കാണിക്കും, പണിയെടുക്കാൻ മടിച്ചിട്ട് പനിയാന്ന് പറയുന്നു. ഇതൊന്നുമല്ല പനിക്കുന്നുണ്ട്, ശരിക്കും പനിക്കുന്നുണ്ട് എന്ന് പറയും. ഏയ് വെറുതെ ഒന്നുമില്ല എന്ന് പറയും ബാലേന്ദ്രൻ, പനിയൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ പറയും അവളെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് എഴുന്നേറ്റ് പോയിക്കോളാം, അവൾക്കൊരു കുഴപ്പമില്ല, ചുമ്മാ കാണിക്കുന്നതാണ് പനി, പനിയൊന്നും അല്ല എന്ന് പറയും. അപ്പോൾ അച്ഛൻ വിളിക്കുന്നോ അതോ ഞാൻ വിളിക്കുന്നോ എന്ന് പറയും. അപ്പോൾ ശരി ഞാൻ വിളിക്കാം, എന്നാലും പനിയൊന്നുമില്ല എന്ന് പറയും. ശരി പറഞ്ഞിട്ട് ഭവിത അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അങ്ങനെ ഇയാൾ ഫോൺ എടുത്ത് വിളിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് പോയ പോലെ തിരിച്ചു വന്നിട്ട് ഭവിത അറിയാം അധികം ഇതാക്കാൻ നിൽക്കണ്ട കേട്ടോ. വയറിലിട്ട് ഒരൊറ്റ കുത്ത് തരുന്നിട്ട് വയറിനൊരു കുത്തും കൊടുത്തിട്ട് അവൾ അങ്ങോട്ട് എഴുന്നേറ്റ് പോകും. കാരണം അയാൾ ആ കുട്ടികൾ ശരിക്കും അച്ഛനായിട്ട് അങ്ങനെ കൂടുതൽ അടുക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. മറ്റേത് ഒക്കെ വന്ന് ഓരോ കൊമ്പത്ത് വന്നിരിക്കുന്നതെന്ന്. അച്ഛൻ ജോലിക്ക് പോകണു, രാവിലെ തിരിച്ചു വരണു, പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകണു, മക്കളായിട്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പതുക്കെ വീടാവാൻ തുടങ്ങുകയാണ്. അപ്പോൾ അയാൾക്കത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. കാരണം മക്കൾ വരുന്ന സ്നേഹത്തോടെ സംസാരിക്കുന്നു, അലീനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു, അതൊക്കെ അയാൾക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ അയാൾ ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ കൃഷ്ണമോൾ ചെല്ലുമ്പോൾ ഈ പുള്ളിക്കാരി നിലത്ത് കിടക്കുക. നമ്മുടെ അലീന നിലത്ത് കിടക്കുന്ന സമയത്ത് അല്ല ഇവിടെയാണോ കിടക്കുന്നത്, എന്താ താഴെ കിടക്കുന്നത്, ഈ കട്ടിലേക്ക് കയറി കിടക്കുന്ന പറയുമ്പോൾ വേണ്ട മോളെ, അത് മുത്തശ്ശിക്ക് കിടക്കാനുള്ളതല്ലേ, അതിന് മുത്തശ്ശി ഇവിടെ അല്ലല്ലോ, മുത്തശ്ശി വരുമ്പോഴല്ലേ. അന്നേ അച്ഛൻ പറഞ്ഞത് ഈ കട്ടിൽ മാറ്റാമെന്ന്. അന്ന് അലീന ചേച്ചി അത് കേട്ടില്ല. അപ്പോൾ ചേച്ചി അത് കേട്ടില്ല. എന്നിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ്. എഴുന്നേറ്റേ എന്ന് പറയുമ്പോൾ വേണ്ട മോളെ എന്ന് പറയും. നീക്ക് ചേച്ചി എഴുന്നേക്ക് എന്ന് പറയും. അപ്പോഴേക്ക് മറ്റേ നമ്മളുടെ ഭവിത ഇടയ്ക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ കയറിയിട്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അടുക്കളയിൽ. അപ്പോൾ കൃഷ്ണമോൾ വന്നിട്ട് അറിയും അവിടെ ചുക്ക് കാപ്പി പൊടി ഇരിക്കുന്നുണ്ട്, അപ്പുറത്ത് കരിപ്പെട്ടി ഇരിക്കുന്നുണ്ട്, അതൊക്കെ കൂടെ ഇട്ടിട്ടാണ് കാപ്പി ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭവിത ഇതൊന്നും എനിക്കറിയില്ല, എനിക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്ന് പറയുന്നുണ്ട്. ശരി നീ നിൻ്റെ പണി നോക്കി പറയുമ്പോൾ അല്ല ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോഴേ അപ്പോൾ ഇവള് ഗൂഗിളിൽ അടിച്ചു നോക്കാൻ നോക്കുകയാണ് ആരൊക്കെ ചുക്ക് കാപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടില്ല കേട്ടോ, ചുക്ക് കാപ്പിപ്പൊടി ഷെൽഫിൽ നിന്ന് തന്നെ എടുക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ചിരിക്കും, നീ പൊടി എന്നിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട്
കാപ്പി ഉണ്ടാകാൻ നിൽക്കായിരിക്കും. അലീനയ്ക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ട് പിന്നെ വരുന്നുണ്ട് റൂമിലേക്ക്. ഇതെന്താ ഇത് ഇവിടെ ചേച്ചീനേച്ചി എന്താ പരിപാടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും ഇതേ തറയിലാണ് കിടക്കുന്നത്, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അറിയും. ഓ ഇത്രയും പുന്നാര അച്ഛനൊരു കട്ടിലൊന്നും വാങ്ങി തന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഭവിത അലീനോട്. അപ്പോൾ അലീന അങ്ങനെ ഒരു വയ്യാത്ത പോലെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും ഇതിൽ ഇവിടെ കയറി കിടന്ന് ഇങ്ങോട്ട് വന്നേ എന്നറിയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കി ഇതാ കാപ്പി ഇതെടുത്ത് കുടിക്കണം, ചുക്ക് കാപ്പി എടുത്ത് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴും അലീന കൃഷ്ണമോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോളെടുത്ത് അലീനോട് പറഞ്ഞു കയറി കട്ടിലേ കയറി കിടക്കുക, നിലത്തൊന്നും കിടക്കണ്ട, എന്നിട്ട് അതിന് ഞങ്ങൾക്ക് ചീത്തയാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവിടെ കയറി കിടന്നേ എന്നൊക്കെ അങ്ങനെ പറയണേ. അപ്പോൾ അലീന അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അലീന ഇത് കാണുമ്പോഴേ അലീനയ്ക്ക് സന്തോഷമുണ്ട്, പക്ഷേ ഒന്നും മിണ്ടാൻ വയ്യ, സങ്കടവും സന്തോഷവും കൂടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഇപ്പോൾ കൃഷ്ണമോൾ ആദ്യ മോള് കയ്യിലിരിക്കുന്ന ബാം മെല്ലെ ബവിതയുടെ അടുത്ത് കൊടുത്തിട്ട് ചേച്ചി ഇതൊന്ന് തേച്ച് കൊടുത്തേക്ക്, എനിക്ക് ഡാൻസ് ക്ലാസ് പോകാൻ വൈകി കേട്ടോ, ചേച്ചി ഇത് കൊടുക്കാറ്. അപ്പോൾ എന്നിട്ട് വേഗം എടി നോക്കുമ്പോഴേക്കും ചേച്ചി തേച്ച് കൊടുക്കുക, എന്നിട്ട് ആണ് പോവുകയാണ് പുറത്തേക്ക്. അപ്പോൾ ഇനി ഇതും ഞാൻ തേച്ച് തരണോ എന്ന് ചോദിക്കുക. എന്നിട്ട് അങ്ങനെ ബാം എടുത്ത് നെറ്റിയിൽ തേച്ചിട്ട് പറയും കിടക്ക് എന്ന് പറയും. വളരെ പിന്നെ പറയുന്നതൊക്കെ സ്നേഹമായിട്ടാണേ, കിടന്നേ എന്നറിയാം. അങ്ങനെ കിടത്തുന്നുണ്ട്, പുതപ്പിച്ച് കൊടുക്കുന്നുണ്ട്, നെറ്റിയിൽ ബാം തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കരച്ചിൽ വരികയാണ്, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അപ്പോൾ പറയും പിന്നെ എന്താണ് മാറും കണ്ണടച്ച് കിടന്നാൽ മതി അറിയുമ്പോൾ കണ്ണ് ഇങ്ങനെ നിറഞ്ഞു വരിക അലീനയുടെ. അപ്പോൾ പറയും എന്തേ കണ്ണ് നേറുന്നുണ്ടോ വയ്ക്കുമ്പോൾ നിറയും ഇങ്ങനെ മൂളുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ തേക്കുകയാണ്. അപ്പോൾ ഭാഗം പതുക്കെ തേച്ച് കൊടുത്ത് പുതപ്പിച്ചിട്ട് കട്ടിലിൻ്റെ ഒരു ഓരത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുക മുഖത്തേക്ക്, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും ഒന്നുമില്ല എന്നറിയും, എന്നാൽ കിടന്നോ എന്നറിയാണ്. അങ്ങനെ അലീനേനെ ശുശ്രൂഷിക്കാൻ വൈജ ഒഴികെ ബാക്കി എല്ലാവരും കൂടെ മത്സരമാണ് ആ വീട്ടിൻ്റെ ഉള്ളിൽ. രോഹിത്ത് വരുന്നു, രോഹിത്ത് നോക്കണു, രോഹിത്ത് എടുക്കണു. ഞാൻ പറഞ്ഞില്ലേ ആകെ ബഹളമയം. അനിയത്തിമാർ നോക്കണു, അച്ഛൻ മരുന്നുകൊണ്ട് വരുന്നു. നല്ല അടിപൊളിയാണ് ഇനിയുള്ള എപ്പിസോഡുകൾ വരാൻ പോണത്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയണ്ടോ, ഓഹോ ഞാൻ അറ്റാക്കായി ആശുപത്രി കിടന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും എന്നെ നോക്കണ്ടായിട്ടില്ല എന്ന് പുള്ളിയുടെ ഒരു പരിതാപം പറയുന്നത് കേൾക്കുന്നുണ്ട്. എല്ലാം കേട്ട് ഇങ്ങനെ അലീന ചിരിച്ചിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അത് നാളത്തെ എപ്പിസോഡിലാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ കൃഷ്ണമോൾ പോകുമ്പോൾ മറ്റേ വൈജ വിളിക്കുന്നത്, എടി നീ എന്താ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോണേന്ന് ചോദിക്കുന്നത്. വൈജ ഡോർ തുറക്കുമ്പോൾ കൃഷ്ണമോൾ അങ്ങോട്ട് പാസ് ചെയ്യുക. അപ്പോൾ കൃഷ്ണമോൾ പറയും എനിക്ക് നേരല്ല അമ്മേ, കാരണം ഇപ്പം ഇനി യുദ്ധത്തിനൊക്കെ എനിക്ക് നേരല്ല. യുദ്ധത്തിനോ? ഞാൻ ഇതിനോട് വഴക്കൂടാനാണോ എപ്പോഴും വരുന്നത്? ഇപ്പം എന്താ അമ്മയ്ക്ക് വേണ്ടത് അറിയും. എല്ലാം ഇവിടെ എന്താ ആകെപ്പാടൊരു ബഹളം കേട്ടല്ലോ, എന്താ ഒരു ബഹളം കേട്ടേ എന്ന് നോക്കുമ്പോൾ എന്ത് ബഹളം? അത് അമ്മയുടെ മോളെ അടുക്കളയിൽ നിന്നാണ് ബഹളം, അമ്മയുടെ മോള് പാചകം ചെയ്യാൻ കയറിയതാണ്, അതിൻ്റെയാണ് ബഹളം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മയും മോളും രണ്ടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർത്തമാനത്തിലാകെ ഐജ അന്തം വിട്ട് നിൽക്കണം. കാരണം എന്താണിപ്പോൾ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അലീന എവിടെ? അലീന പോയോ? ആ ഒരു സന്തോഷത്തിലൊക്കെ പുള്ളിക്കാരി. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡാണ്, ആരും മിസ് ചെയ്യാണ്ട് കാണുക. അങ്ങനെ നമ്മൾ അലീന മോൾക്ക് പനി പിടിച്ച കിടപ്പായി, ശുശ്രൂഷിക്കാൻ ധാരാളം ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കഥ ഇഷ്ടമായ ഒന്ന് ലൈക്ക് അടിച്ച് ഒരു കമൻറ്റൊക്കെ ഇടണേ. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.